കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസാനത്തെ ബസ്സാണ് രാഹുൽ ഗാന്ധിയാണെന്നും പറഞ്ഞു ഇവിടുന്ന് പോയവരാ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം 6 മാസക്കാലം രാഹുൽ ഗാന്ധിയെ തപ്പി കോൺഗ്രസുകാരും ലീഗുകാരും ഈ രാജ്യമാകെ പരതിയിട്ടും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. അതാണ് രാഹുൽ ഗാന്ധി. അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഒരു വ്യക്തിയല്ല, ഞങ്ങൾ ഇപ്പോഴും പറയുന്നു രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തിയെ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ബിംബം ഉണ്ടാക്കുന്നത്? അതിനപ്പുറത്തൊരു മതനിരപേക്ഷ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്ന ദൃഢനിശ്ചയത്തിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ രീതിയിലേക്ക് വളർന്നു വരുന്നില്ല? നിങ്ങൾ നോക്കൂ, ഇവിടെ പറഞ്ഞല്ലോ BJP ദേശീയ തലത്തിൽ ഞങ്ങളുടെ ശത്രുവാണ്, കേരളത്തിൽ ശത്രുവല്ല. ഇതാണ് ലീഗിന്റെ വാദം. ഒറ്റ കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് അത് ഏത് മുക്കിലും മൂലയിലും ആവട്ടെ, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അത് BJP ആണ്, സംഘപരിവാരമാണ്. ഇത് പറയാൻ CPM-ന്റെയോ LDF-ന്റെയോ നേതാക്കൾക്ക് മുട്ടുവിറക്കില്ല. എന്നാൽ ഇവിടെ ലീഗിന്റെ നേതൃത്വത്തിന് BJP ആണ് ശത്രു എന്ന് പറഞ്ഞ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന്റെ ശത്രു BJP ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ BJP-ക്കെതിരെ വോട്ട് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് മുത്തലാഖിനെതിരായി ഈ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ UDF-ന്റെ MP-മാർ വോട്ട് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് NIA നിയമ ഭേദഗതിയിൽ മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും MP-മാർ ചർച്ചയിൽ പങ്കെടുത്ത് അതിനെതിരായി ഒരു വോട്ട് രേഖപ്പെടുത്താൻ പോകാതിരുന്നത്? ഇതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ദേശീയ തലത്തിൽ ലീഗിന്റെ ശത്രു BJP ആണെന്ന് പറയും, പക്ഷേ അവർക്കെതിരായി ഒരക്ഷരം പാർലമെന്റിൽ പറയാൻ, അവർക്കെതിരായി വോട്ട് രേഖപ്പെടുത്താൻ ലീഗിന് മുട്ടുവറയ്ക്കും.